ഈ വിവാഹത്തിന്റെ പോയിന്റിലും അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു യെസ് യെസ് തീർച്ചയായിട്ടും ഓ, ഒരു അഫയറിനെ മറികടക്കാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഉണ്ടായിരുന്നു. പോയിട്ടുണ്ടായിരുന്നു. അതാണ് റോങ് ഡിസിഷൻ അത് ആയി. റോങ് ഡിസിഷനാണത്. റോങ് ഡിസിഷൻ എന്നുള്ളതല്ല, അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ആൾക്കാർ വളരെ ഈസി ആയിട്ട് പറയണ ഒരു വാക്കുണ്ട്, തേച്ചിട്ട് പോയി എന്ന് പറയും. അപ്പോൾ ചിലർ തേച്ചിട്ട് പോവുക എന്ന് പറയുന്നൊരു കാര്യം തമാശയായിട്ട് പറയുമ്പോൾ അതിനൊരുപാട്, അതായത് ആരുടെയും അഫെയറിൽ ആരുടെ ഇതിൽ വീഴാതെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ലൈഫിനെ സീരിയസ് ആയിട്ട് വലിയ വലിയ മോഹങ്ങൾ കൊണ്ട് നടന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുത്ത് വളരെ വെറുതെ ആ വാശിക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ആ കാണിച്ചു തരാം, ഞാൻ വീഴ്ത്തി കാണിച്ചു തരാം എന്നുള്ളൊരു തമാശയ്ക്കോ എന്തിൻ്റെയൊക്കെ പേരിൽ അങ്ങനെയൊക്കെ അവരെ വളരെ ആഗ്രഹങ്ങൾ കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങ് പോവാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൊച്ചു മനസ്സിൽ ചിലപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ ഇന്ന് കുറച്ച് കൂടുതലാണ് ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക്. പക്ഷെ എനിക്ക് ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല വന്നത്, എനിക്ക് വാശിയാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് ഈ തോക്കുക എന്നുള്ള സംഭവമില്ലേ, അഭിമാനത്തിൽ തോക്കുക എന്നാണ് പറയണത്. ഞാൻ വലിയ ആളായിട്ട് അഹങ്കരിച്ച് പറയുന്നതല്ല. അഭിമാനം വിട്ട് കളിക്കാൻ പറ്റില്ല, ആടെ മുമ്പിൽ അങ്ങനെ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം സെയിം സമയത്താണ് പ്രപ്പോസൽ വന്നത്, സെയിം സമയം. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ ഒരു എസ്കേപ്പിസം കൂടി ആയിരിക്കാം നമ്മൾ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു സാഹചര്യം, ആ ഒരു ഇതിനൊക്കെ ഒരു ഡിസ്റ്റൻസ് വന്നാൽ മേ ബി നമുക്കൊരു ചേഞ്ച് വരും. പ്ലസ് പുതിയൊരു അടുത്ത സ്റ്റെപ്പ് എടുക്കാം, നല്ലൊരു സ്റ്റെപ്പ് എടുക്കാം എന്നൊക്കെ. പക്ഷെ ആ സ്റ്റെപ്പ് എടുത്തപ്പോഴുള്ള പ്രതീക്ഷകളെല്ലാം, ബിഫോർ മാരേജ് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളും എല്ലാം ഫേക്കായിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ. ഏജ് പറഞ്ഞത് കള്ളമായിരുന്നു, വളരെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞത് കള്ളത്തരം ഉണ്ടായിരുന്നു. സെറ്റിൽഡ് ആണെന്ന് പറഞ്ഞത് കള്ളത്തരമായിരുന്നു. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാവരും വിചാരിക്കുന്നത് അതാ ഒരു മകനെത്തി എൻ്റെ മകളോടൊപ്പം തന്നെ ഒരു കുടുംബത്തിനെ നോക്കി നടത്താൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെത്തി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നേരെ മറിച്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഞാനായിരുന്നല്ലോ നെടുംതൂണ് ആ കുടുംബത്തിൻ്റെ. അപ്പോൾ ആ ഒരു നെടുംതൂണിനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. എൻ്റെ അമ്മയോ അച്ഛനോ സെൽഫിഷോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സെൽഫിഷ് ആയിരുന്നെങ്കിൽ അവരങ്ങനെ ഒരു തിരിച്ച് ചിന്തിക്കാം. ആ ഏജിൽ എന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നില്ല. അവർ സെൽഫിഷ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഭാവി നന്നാവട്ടെ എന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാനായിരുന്നല്ലോ അവിടെ ഇൻകം കൊണ്ടുവരുന്ന ഒരേ ഒരു വ്യക്തി ആയിരുന്നു ഞാൻ. അത് അങ്ങനെ സംഭവം. ഇനി പാട്ട്, മ്യൂസിക് ചെയ്ത പാട്ട് തന്നെ പാടും. ഇപ്പൊ മൃദുല ഇപ്പൊ പാടിയില്ല ഒരു പാട്ട്, സാന്ദ്രമാ രാത്രിയിൽ, അത് പാടാം. ഓക്കെ, ഈ പാട്ട് രണ്ടുപേര് പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് മൃദുലയ്ക്കും പ്രദീപ് സോമസുന്ദരം ജിക്കും. അദ്ദേഹം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട്. പ്രദീപേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്, ഒരുപാട് പേരോടെ സഹകരിച്ച ഒരു സിംഗറാണ്. പിന്നെ അല്ല, എനിക്ക് അത് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോഴാണ് എത്രയോ പാട്ടുകൾ അദ്ദേഹം രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും ഒക്കെ ട്രാക്ക് പാടിയിട്ടുണ്ട്. അല്ലാതെ സിനിമയിലും അത് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ജ്ഞാനമുള്ള ഒരാളെ നമ്മുടെ പാട്ട് നല്ലതാണെന്നും വളരെ നല്ലതാണെന്നും ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. സാന്ദ്രമാ രാത്രിയിൽ ഹിമവർഷമുതിരും നിലാവിൽ, സാന്ദ്രമാ രാത്രിയിൽ ഹിമവർഷമുതിരും നിലാവിൽ, ഷാരോണിലെ പനിനീർ പൂക്കളെ, ഷാരോണിലെ പനിനീർ പൂക്കളെ, നിങ്ങളറിഞ്ഞോ പാപത്തിൻ കറകൾ മായ്ക്കുവാനായി വിശ്വൈകനാഥൻ ജാതനായി, സാന്ദ്രമാം രാത്രിയിൽ ഹിമവർഷമുതിരും നിലാവിൽ. ആരെയൊക്കെ കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റി? എൻ്റെ സിനിമകൾ കൂടുതലും മധു ബാലകൃഷ്ണൻ ചേട്ടൻ പാടിയിട്ടുണ്ട്, ബിജു ചേട്ടൻ പാടിയിട്ടുണ്ട്. ഒരു താരാട്ട് ഗാനം പോലത്തെ ലവ് സോങ് ആണ്, അത് പാടിയിട്ടുണ്ട്. ആൽബമാണ്. ലിബിൻ സ്കാരിയ
ഒരു പാട്ട് സിനിമയിൽ തന്നെ പാടിയിട്ടുണ്ട്. ലാല എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ഈ പാട്ട് വന്നപ്പോൾ ഭാഗ്യം എന്ന് വെച്ചാൽ ഇത് സിജിമോൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അദ്ദേഹം വന്നിട്ട് റിട്ടയർഡ് DYSP ആയിരുന്നു. എസ് പി ആയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് റിട്ടയർ ആയതാണ്. അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ വരികളാണ്. അദ്ദേഹമാണ് ഈ ഒരു അവസരം തന്നത്. അതായത് മൃദുല എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ആരെ കൊണ്ട് പാടിക്കണം നമുക്ക് ഈ പാട്ട്. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പറഞ്ഞ പേരുകൾ കുറച്ച് പേര് പറഞ്ഞു, അത് മൃദുല മതി എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ദെൻ പ്രദീപേട്ടനും പാടാം. കാരണം ഒരു പാട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ആര് പാടിയാൽ നമുക്ക് ആപ്റ്റ് ആകും എന്നുള്ളൊരു സിംഗറായത് കൂടി കൊണ്ടാവാം. മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഗുണങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ. ഇപ്പോൾ മൃദുല എന്നോട് പറഞ്ഞു ഒരു ഫീമെയിൽ സിംഗർ മ്യൂസിക് ഡയറക്ഷൻ വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി പിച്ചിൻ്റെ കാര്യത്തിലും. പിന്നെ ഞാൻ പാടിക്കൊടുക്കുമല്ലോ, എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പാടി തന്നെ കൊടുക്കാറുണ്ട്. ഇംപ്രവൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ മിമിക്രി ഇതാണല്ലോ നിങ്ങൾക്ക് സ്കൂളിൽ മിന്നടിച്ച കാര്യങ്ങളിൽ മിമിക്രി ഗായകരെ മാത്രമേ ചെയ്യുള്ളൂ, അതെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അന്ന്? ആക്ച്വലി മിമിക്രി എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് ടൈമുള്ളൂ. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് ഇപ്പം എനിക്കറിയില്ല. പക്ഷേ 5 മിനിറ്റ് ടൈമിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഉടനെ ഗായകരുടെ ശബ്ദത്തിലോട്ട് പോവാതെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ശംഖിൻ്റെ ശബ്ദം എന്നൊക്കെ പറയും, അതൊക്കെ മൈക്കിലേ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഞാൻ ചെയ്തിട്ടേ ഇല്ല, എന്തൊക്കെയാണ് കാണിച്ചത് എനിക്ക് തന്നെ അറിയില്ല. കലാതിലകം വന്നാകുമ്പോൾ ഡാൻസ് ഒന്നും വേണ്ട, ലൈറ്റ് മ്യൂസിക്, മോണോ ആക്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്സ്, അങ്ങനെ മാപ്പിളപ്പാട്ട്, ഇങ്ങനെ കുറേ ഐറ്റംസിന് ട്രൈ ചെയ്തു. ഗിറ്റാറൊന്നും അറിയത്തില്ല, ഇതിനു വേണ്ടി പഠിച്ചു, കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചു. അങ്ങനെ കലാതിലകം ആവുമായിരുന്നു ഡിസ്ട്രിക്റ്റിലൊക്കെ. സ്റ്റേറ്റ് വരെ ഒന്നും എത്താൻ പറ്റില്ല. സ്റ്റേറ്റ് വരെ ലൈറ്റ് മ്യൂസിക്കിന് മിമിക്രിയും വരെ എത്തിച്ചു. അതും കറക്റ്റ് ഭാഗ്യത്തിനില്ലേ, നല്ല ഉഴപ്പായിരുന്നു. ഈ പ്രോഗ്രാം ഗാനമേളയൊക്കെ ഉള്ളതുകൊണ്ട് പഠിത്തത്തിൽ സൂപ്പർ ഉഴപ്പായിരുന്നു, പ്രത്യേകിച്ച് മാത്സിന്. അപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടി, അങ്ങനെ ഒരു ഗുണമുണ്ടായി. 60 മാർക്സിൽ ഈ ഗ്രേസ് മാർക്ക് 2 ഫസ്റ്റ് കിട്ടിയതുകൊണ്ട് കിട്ടി. പെട്ടെന്നൊരു ഐഡിയ വന്നു, ഞാൻ ഗാനമേളയ്ക്ക് പാടുമ്പോൾ എല്ലാ പാട്ടുകളും ഇങ്ങനെ ഇപ്പോൾ മച്ചാനെ വാ എൻ മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ, നെഞ്ചിൽ ഉന്മാദത്താളം, പഞ്ചബാണന്റെ മേളം, ആവാഹ സ്വാഹയിൽ രസിച്ചിടും കുരുക്കുമായി വാവാ വരം താത്ത, ഇത് പൂജ മഹാരാജ, ഹേ മച്ചാനെ വാ എൻ മച്ചാനെ വാ. ഇങ്ങനെ ഗാനമേളയ്ക്ക് പാടുമ്പോൾ അതവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ വേറൊരു പാട്ട് പാടുമ്പോൾ മന്മദരാസ മന്മദരാസ അള്ളി മനസ്സേക്കില്ലാതെ അങ്ങനെ പാടുന്നു. അത് കഴിഞ്ഞിട്ട് നില പൊങ്കലായല്ലോ പാടടി നീ, ഓ മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ, ഇടത്തോട് പോലും ഞാൻ, തണുപ്പോടും ആ നാട്ടിൽ നിങ്ങളും വായോ, ഓ ആ സമയത്ത് പാടിയിരുന്ന പാട്ടുണ്ടോ സ്റ്റേജിൽ. അപ്പം ഇതിനൊക്കെ തന്നെ ഇതൊക്കെ എടുത്ത് തന്നെ എന്തുകൊണ്ട് നമുക്ക് ഇത്ര പേരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തു ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. പീലിലമ്മ തുമ്പപ്പൂ പെയ്യണ പൂനിലാവ്, ഏന നെഞ്ച് നിറയണ പൂങ്കിനാവ്, ഒത്തിരി നാള് നിനച്ചിരുമ ഏന് നീയെന്നും തേനൂറും പൂവാണെന്ന്, ഏന് നീയെന്നും തേനൂറും പൂവാണെന്ന്. ഇങ്ങനെ കുറച്ച് വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് കിട്ടി. 5 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കൂട്ടിയിട്ട് അവർ പെട്ടത് ആ സമയത്ത് ഭാഗ്യം അങ്ങനെ. പക്ഷേ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എനിക്ക് പിന്നീടുള്ള എൻ്റെ
പാട്ടുകൾ ചെയ്യുമ്പോൾ ഫോക്ക് സോങ് ചെയ്യുമ്പോൾ അത് പാടാനും ഡബിങ് സോങ്സ് പാടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുമോ? ഇപ്പോഴത്തെ അങ്ങനെ ഞാൻ കേട്ടപ്പോ ഇപ്പോ വൈക്കം വിജയലക്ഷ്മി അത് ഏകദേശം പി ലീലാമ്മയുടെ ഒക്കെ വോയിസ് തന്നെ നമുക്ക് പാടാൻ പറ്റുന്നത്. കാറ്റേ കാറ്റേ കാണാമരത്തില് പാട്ടും പാടി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴക്കടന ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. ഈസിയാണ് അത്, അങ്ങനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഒൻറാ രണ്ടാസൈകൾ എല്ലാം சொல்லவே ஒரு நாள் போதுமா അൻപേ ഇരവേ. ആ പാട്ട് നമ്മുടെ ബോംബെ ജയശ്രീയാണ്. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി പറ്റും. മൈക്കിലാണെങ്കിൽ കുറെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും, സ്റ്റുഡിയോയിലാണെങ്കിൽ കുറെ നമുക്ക് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മേഘദൂതം പാടിയിരിക്കുന്നൊക്കെ ഒരു പ്രത്യേകതര വോയിസ് ആണ്. അത് ഏകദേശം ഡബിങ് മൂവി വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ബോറാക്കാതെ, ചിലപ്പോൾ അറിയാലോ ചില ഡബിങ് സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഇത് തോന്നും, ഭയങ്കര ഒരു ബന്ധവുമില്ലാത്ത പോലെ തോന്നും. അങ്ങനെ ആവാതെ ആരും കുറ്റം പറയാത്ത രീതിയിൽ ശ്രമിക്കാറുണ്ട്. ശരിക്കും ഈ പോക്കില് ഡ്രോബാക്സ് ഒക്കെ വരുമ്പോൾ രക്ഷപ്പെടണമല്ലോ, ബാക്കിയുള്ളവരെയും ലിഫ്റ്റ് ചെയ്യണം, നമ്മൾ സ്വയം മുന്നോട്ട് പോകണം. ആ സമയത്ത് ഈ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ഉള്ളില് എവിടെ നിന്ന് ഇത്രയും കരുത്ത് കിട്ടിയിരിക്കണം എന്നുള്ളത്? എനിക്ക് വാശിയും വൈരാഗ്യമൊന്നും ഇല്ല, സത്യമായിട്ടും ഇല്ല. കാരണം വെച്ചാൽ അത് ഞാൻ ആ ഏജിന്റെ ഒരു സമയത്തിലൊരു കാര്യം പറഞ്ഞതാ. അതിനുശേഷം നമുക്ക് അനുഭവത്തിലൂടെയും ജീവിതം പോകുമ്പോഴും നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. വാശിയും വൈരാഗ്യം ഉണ്ടാകുന്നെങ്കിൽ പുള്ളി വേറെ കല്യാണം കഴിച്ചു, അപ്പോൾ ആ വാശിക്ക് ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നോ? ഞാൻ ചെയ്തില്ലല്ലോ. പിന്നീട് എനിക്ക് ബുദ്ധി വെച്ചു, അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ കല്യാണം കഴിച്ചല്ല വാശി, അത് മണ്ടത്തരമാണെന്ന് മനസ്സിലായി. അങ്ങനെ വാശി കാണിക്കണ്ട. ഇതിപ്പോ ഉള്ള സാഹചര്യത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നല്ല 2 മക്കളുണ്ട്. എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ഏത് സാഹചര്യത്തിലും ആവട്ടെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. സോ അവർ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷം. ഫ്രണ്ട്സിനെ പോലെ, ഞങ്ങൾ ഏജ് ഗ്രൂപ്പ് അത്ര വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ്, അടിപൊളിയാണ്. അനിയത്തിയുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യം തലക്കേറ്റി വെച്ചിട്ട് നമ്മൾ ടെൻഷൻ കൊണ്ടുവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ലാത്ത അങ്ങനെ പോകും, വാശിയൊന്നുമില്ല. പക്ഷേ കരുത്ത് എങ്ങനെ കിട്ടി അതൊരു ചോദ്യമാണ്. ദൈവവിശ്വാസിയാണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവവിശ്വാസി അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ദൈവവിശ്വാസിയാണ്. ചില ആൾക്കാർ പറയത്തില്ലേ, ചരട് കിട്ടുമ്പോൾ എന്തോ ഒരു ശക്തി ഇടുന്നു കിട്ടുന്നവർ തോന്നും എന്നുള്ളത്, ഇതുപോലത്തെ ആ ഇത് എനിക്കില്ല കേട്ടോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പക്ഷേ ദൈവവിശ്വാസിയാണ്. പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും ഉണ്ട്. ഞാൻ ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് ഒരു എനർജി കിട്ടുന്നുണ്ട്. ചില സ്ഥലത്ത് പോകുമ്പോൾ എനിക്കത് കിട്ടാറില്ല, ഓപ്പണായിട്ട് പറയാം. ചില വീടുകളിൽ കയറുമ്പോൾ കിട്ടാറില്ല, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അതിൽ ആ പോസിറ്റീവിനെ കൂടുതൽ നമ്മൾ അടുപ്പിക്കാൻ ശ്രമിക്കുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കൂട്ടുകാരോ സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത അതിനൊക്കെ അകറ്റി പോയാൽ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ മാത്രം മതി, കുറച്ച് പേരാണെങ്കിൽ അവർ മാത്രം മതി, അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജവും. പക്ഷേ എനിക്ക് പിന്നെയും തോന്നാറുണ്ട്, ഇനി ഞാൻ രാജ്പൂത്താണ്, മലയാളിയല്ല, രാജ്പൂത് ക്ഷത്രിയാണ്. അവിടെ നിന്ന് കിട്ടിയ കറേജ് ധൈര്യമാണോന്ന് അറിയത്തില്ല. എവിടെയെങ്കിലൊക്കെ ആ ഒരു ഝാൻസി റാണിയുടെയോ റാണി ലക്ഷ്മിബായിയുടെ ഒക്കെ ഇത് കിടക്കുന്നുണ്ടാവാം, മേ ബി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കരുത്തല്ലേ, അവരുടെ ഒരു ഇത് കിട്ടുന്നു, എനിക്കൊരു കരുത്തല്ലേ. നമ്മൾ എന്തിനാ ഇപ്പോൾ കരഞ്ഞു കാണിച്ചിട്ടോ നമ്മുടെ സെന്റിമെന്റ്സ് പബ്ലിക്കിനെ കാണിച്ചിട്ടോ എന്താ ഇപ്പോൾ കിട്ടുക? ഒന്നും കിട്ടില്ല. കുറച്ച് പേര് കളിയാക്കും, പിന്നെ അല്ലെങ്കിൽ കുറച്ച് സിമ്പതി കിട്ടും. ഈ സിമ്പതിക്കൊന്നും ഒരു കാലയളവില്ല. ആരും അത് സിമ്പതി കണ്ടിട്ടൊന്നും ആരും കൈപിടിച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. അതിൽ നല്ലത് നമ്മൾ ആ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരും കൂടി ചിരി വരില്ല. അറ്റ്ലീസ്റ്റ് അവരെ സന്തോഷിപ്പിക്കാമല്ലോ. ഞാനിവിടെ വന്നിരുന്നു ഇപ്പോൾ കരഞ്ഞ എന്ത് ബോറായിരിക്കും അല്ലേ? ഇപ്പൊ പറഞ്ഞ കഥയൊക്കെ ഞാൻ വേറെ രീതിയിൽ കരഞ്ഞോണ്ട് പറഞ്ഞാൽ എന്തൊരു ബോറായിരിക്കും. ഒരു കാര്യം ചോദിക്കാൻ പറ്റും, ഈ ഹിന്ദി വാല എങ്ങനെയാ ഇവിടെ മലയാളി വാലയായത്? അത് എങ്ങനെ എൻ്റെ പൂർവികരോട് ചോദിക്കേണ്ടി വരും ആ ചോദ്യം. പക്ഷെ എന്നാലും ഞാൻ അന്വേഷിക്കാനൊക്കെ നോക്കി എങ്ങനെയെന്നുള്ളത്. ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ കുറേ വർഷം മുന്നേ രാജാവിൻ്റെ കാലഘട്ടത്തിൽ
ഈ യുദ്ധം ചെയ്യാനായിട്ട് ഈ ഭാഷ അറിയാത്ത ആൾക്കാരെ കൊണ്ടുവരാന്നുള്ളൊരു തീരുമാനം എടുത്തു. കാരണം ചാരന്മാർ ഒരുപാട് വന്നു തുടങ്ങിയപ്പോൾ ഭാഷ അറിയുന്നതിൽ ആ പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് യുദ്ധാടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് കേൾക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും സെയിം കാസ്റ്റാണ്. പക്ഷെ പിന്നീടായപ്പോൾ ഈ സിംഹവാലം കുരുവിന് വംശനാശം സംഭവിക്കുന്ന പോലെ നമുക്കും വംശനാശം സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് പഠിച്ചെടുത്തതാണ് അല്ല, ഹിന്ദിയാണ് വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്നത്. വീട്ടിൽ ഹിന്ദിയുമല്ല, ഒരു വൃത്തികെട്ട ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളൊക്കെ കേട്ടാൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളെ കുറ്റമൊക്കെ പറയാൻ പറ്റും, ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങൾ ഹിന്ദി അല്ല പറയുന്നത്. ലൈക്ക് ഹിന്ദി അല്ലാതെ ഒരു മറാഠി അല്ലാതെ എല്ലാം കൂടി ചേർന്ന ഒരു ഭാഷയാണ്. ഗ്രാമർ ഇല്ലാത്ത ഹിന്ദി എന്നാണ്. ഇപ്പം ചാവൽ എന്ന് നമ്മൾ റൈസിന് പറയുകയാണെങ്കിൽ ചാമൽ എന്നായിരിക്കും പറയുക. മുജേ എന്ന് പറയും, മിഞ്ചേ എന്ന് പറയും. അങ്ങനെ വർത്താനം പറഞ്ഞാൽ കേക്കട്ടെ. അയ്യോ നന്നായിരിക്കും. എന്തെങ്കിലും മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്തായാലും ഹിന്ദി അറിഞ്ഞൂടാ. ആജ് കാറ്റോ കായകി മനസ്സിലായോ? ഇല്ല, ഗായകി എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു പിടികിട്ടും പോലെ തോന്നി. എത്രയേ ഉള്ളൂ. ഇന്ന് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചാൽ അങ്ങനെ പോകും. അപ്പൊ അത് ഒട്ടും മനസ്സിലാവത്തില്ല. കുറച്ചുകൂടി സ്പീഡിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലായി. ഇവിടെ വഴക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കൊങ്ങിണിയൊക്കെ സംസാരിച്ച് അതുപോലെ. പക്ഷെ ഞങ്ങള് എനിക്ക് തോന്നുന്നു അടുത്തടുത്ത് എന്തോ എവിടെയൊക്കെ ഉള്ളത് കൊണ്ടാവാം ഈ പട്ടാളീസിന്റെ ആ ഒരു ഇതും ഞങ്ങളുടെ ഇതും തമ്മിൽ കുറച്ച് സാമ്യമുണ്ട്, കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കുറവാണ്. സോ വേറെ കാസ്റ്റിലോട്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ട്. എല്ലാവരും മാറി മാറി പോകുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ ഇനി ഭാഷയും ഒക്കെ അവസാനിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ പോലും വീട്ടിൽ അങ്ങനെ സംസാരിക്കാറില്ല, മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. മക്കളൊക്കെ കളിയാക്കും പോലെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, തമാശയ്ക്ക് സംസാരിക്കണ പോലെ സംസാരിക്കും അവർ. അവർക്ക് ഒരു ഹിന്ദിയുടെ ഒരു ശരിക്കുള്ള ഹിന്ദി നമ്മൾ മറന്നു പോകും. ഞാനൊക്കെ ഹിന്ദി പാടുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇത്രയായിട്ട് പോലും മോശം ഹിന്ദി, ഇത്രയും പോരാ, നന്നായിട്ട് കൺഫ്യൂഷൻ വരുന്നതാണ്. അതും ഇതും തമ്മിലൊരു കൺഫ്യൂഷൻ വരും നമുക്ക്. എൻ്റെ ഫേവറേറ്റ് സോങ്. യെസ്. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമപ്പന്തലിൽ വീണുപോയെന്നോ, മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ നേകനായി എന്തിനിൻ മുന്നിൽ വന്നു, പനിനീർമണം തൂകുമെൻ തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലം സാന്ത്വനമായി ആലോലം കാറ്റ്. അവാർഡുകൾ കുറച്ച് നേടിയിട്ടുണ്ട്, അതൊന്ന് പറയൂ. അവാർഡ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് കമറ ഫൗണ്ടേഷൻ അവാർഡാണ്. ഒട്ടും പ്രതീക്ഷയില്ല. അന്നത്തെ VK നാരായണൻ സാറിൻ്റെ മുമ്പിലും രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ മുമ്പിലും KR നാരായണൻ സാറിൻ്റെ മുമ്പിലൊക്കെ അത് വാങ്ങാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയായിരുന്നു. വലിയ അവാർഡ് അല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് വലിയ അവാർഡ്സാണ്. എന്ത് കിട്ടിയാലും എനിക്കതിൻ്റെ വലിയ അവാർഡ്സാണ്. പക്ഷേ ഈ അടുത്ത് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സത്യജിത് റേ അവാർഡ്, ബെസ്റ്റ് ഫീമെയിൽ സിംഗർ. ഞാൻ മലൈപ്പൊതി എന്ന് പറയുന്ന സിനിമയിലെ
കാർത്തിക നാളില മൺചിരാതിൽ നേർത്ത തിരിയായി നീ തെളിഞ്ഞു. അത് മധുചേട്ടനും പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ട്. അത് നിഴല് പോലെ കാത്തിടാം ആ, ഞാൻ ആ. എഴുതിയ ആ പാട്ടാണ്. പാട്ട്. ഇത് ഞാൻ തന്നെ പാടിയ ഒരു പാട്ടാണ്. ഉം. അതിന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷനുള്ള അവാർഡ്. അതുപോലെ വലിയൊരു അവാർഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിദ്ര എന്നൊരു സിനിമയിൽ കോട് മാറിപ്പോകും നോവ് കൊണ്ട് പൈങ്കിളി ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. നല്ല പാട്ടാ. അതിൽ ശലഭമഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് ശ്രേയാജി പാട്ടുണ്ടാകും. ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹംഗാമ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് അവാർഡ് എന്ന് പറയുന്നത് നോൺ ഫിലിമി വരുന്ന കാറ്റഗറിയിൽ വരുന്ന അവാർഡ്സാണ്. അപ്പോൾ അതിൽ എനിക്ക് നോമിനേഷൻ ആകാശ് പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ കരളിൽ കൂടുമേഞ്ഞു കാത്തിരുന്നു നിന്നെ കനവിൽ കാവലായി കൂടെ വന്നു പൊന്നെ. അത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്, ഞാൻ തന്നെ പാടിയ പാട്ടാണ്. നോമിനേഷനിൽ പോയപ്പോൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ നാഷണൽ ലെവലാണ്. അതിൽ കാറ്റഗറിയിൽ ശ്രേയാ ഘോഷാൽ, വേറെ തമിഴിലെ ഒരു സിംഗർ, കന്നഡ, തെലുങ്ക്, മലയാളത്തിൽ എനിക്കാണ് വന്നത് പേര്. അപ്പം എനിക്കൊരു ആഗ്രഹം, എന്തായാലും പോകണം, വെറുതെ പോകാം. പക്ഷെ അവിടെ ചെന്നപ്പോഴോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പോപ്പ് സിംഗർ, പണ്ട് ആരാധിച്ചിരുന്ന പാട്ടൊക്കെ പാടുമ്പോൾ സുബി സുബി പാടുന്ന പോലെ തന്നെ കേസരിയായ രൂപമാരെ ഒരു പാട്ടൊക്കെ പാടിയ സുനിത റാവു മാമിനെ കാണുന്നു. സ്റ്റേജിൽ നമ്മുടെ വിശാൽ ശേഖർ മ്യൂസിക് ഡയറക്ഷൻ, അതിൽ വിശാൽ ശേഖർജി ഉണ്ട്. അവാർഡ് പറഞ്ഞു, ഓരോ കാറ്റഗറി പറഞ്ഞു പോയപ്പോൾ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ കാറ്റഗറി പറഞ്ഞപ്പോൾ ശ്രേയാ ഘോഷലിനാണ് അവാർഡ്. ഞാൻ വീട്ടിലേക്ക് മെസ്സേജ് കൊടുത്തു. ആസ് യൂഷ്വൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ. അവിടെ ചെറിയൊരു സെക്കൻഡ് എല്ലാവരും കൂടി നിന്നിട്ട് പറഞ്ഞു ഒരു അവാർഡും കൊണ്ടുണ്ട്, ഈ കാറ്റഗറി മാത്രം ഒരു അവാർഡ് കൂടി ഉണ്ട് പറഞ്ഞിട്ട്. അത് ഞാനായിരുന്നു. എൻ്റെ പേര് ഞാൻ ശരിക്കും പറയട്ടെ, ഞാൻ നേരത്തെ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല, പക്ഷെ ഇത് സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞായിരുന്നു. എൻ്റെ സങ്കടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് ശ്രേയാജിയുടെ കൂടെ ഒരു സെയിം ഇതിൽ അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എന്തുകൊണ്ടോ നമ്മളിവിടുത്തെ ആൾക്കാർക്ക് ഒരു അംഗീകരിക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിഷമമുണ്ട് എനിക്കതിൽ. ഞാൻ അതൊരു സങ്കടത്തോടുകൂടി പറയുകയാണ്. നാഷണൽ ലെവൽ പോലത്തെ ഒരു അവാർഡാണ് അതൊന്ന്. രണ്ട്, ഇങ്ങനെ ഒരു അവാർഡ് മേടിച്ചിട്ട് വന്നിട്ടും എന്നെ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ കാര്യത്തിന് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനൊന്നും അങ്ങനെയൊന്നും ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ മാത്രം ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് എന്നെ ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്.